നീ എന്തുടി ആടിക്കൊണ്ടിന്ന് കാണിക്കുന്നേ? അതോ വിളി എഴുതി വെച്ചേക്കുന്നുണ്ടല്ലായിരുന്നോ, ഇന്ന് മുതൽ ആടി സെയിൽ തുടങ്ങുവന്നു. അതിനാണ് നീ കിടന്ന് ആടുന്നത്? പിന്നെ അതിനപ്പുറത്ത് വേറൊരു ബോർഡിനോട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? പുതിയ ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന്. ആട്ടം നിർത്തി. അതാ നിനക്ക് നല്ലത്. നീ എന്താ ഇന്നലെ വരാഞ്ഞേ? അത് ഇന്നലെ ഞാൻ ലീവായിരുന്നു. അത് തന്നെയല്ലേ ഞാനും ചോദിച്ചത്. അനിന്റെ കല്യാണമാ. അതിനുണ്ട് തുണി എടുക്കാൻ പോരുന്നതാ. എവിടെ? ഷിബു ടെക്സ്റ്റൈൽസില്. എടി നീ ഇവിടെ ജോലി ചെയ്തിട്ട് വേറെ കടയിൽ പോയി തുണി എടുത്തില്ലേടി? കൊള്ളാടി. നിനക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെ അല്ലയോ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് ചെയ്താൽ മതി. എന്ത് മേഡം അങ്ങനെയൊക്കെ പറ. അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല, പോയി ക്ലീൻ ചെയ്തിട്ട് മതി. പോ. ഹലോ അണ്ണാ, നമ്മൾ ഇന്നലെ ഇവിടെ ഒരു ബൊമ്മയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് വേണ്ട കേട്ടോ, ഇവിടെ ഉണ്ട് ഒരെണ്ണം. മേഡത്തിന്റെ ഭർത്താവേ പിണങ്ങിപ്പോയെന്നോ വന്നെന്നോ എന്തൊക്കെ നാട്ടുകാർ പറഞ്ഞു കേട്ടോ. എന്താ ഇവിടെ കാര്യം? അതൊന്നും ഇല്ലടി, എന്റെ മനസ്സിലും ഇല്ലടി ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. രേവതി കളിച്ചു കഴിഞ്ഞെങ്കിലേ മേടെങ്കി വാ. ഞാൻ ഉദ്ദേശിച്ചത് അതല്ലടി. എടി കല്യാണം കഴിഞ്ഞ എല്ലാ പെണ്ണുങ്ങൾക്കും കാണത്തില്ലടി ഓരോരോ ആഗ്രഹങ്ങള്. ഒന്ന് പാർക്കിൽ പോണം, ബീച്ചിൽ പോണോന്ന്. എന്ത് മേഡം, മേഡത്തിന്റെ ആഗ്രഹം എന്റെ തോളത്തിരിക്കുന്നേ? അതല്ല, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന്. എനിക്കാണെങ്കിൽ ഊട്ടി പോണോന്ന് ആഗ്രഹം. ഞാൻ ഊട്ടിന്ന് അങ്ങോട്ട് പറഞ്ഞതും ഈ ചേട്ടൻ വീടും പൂട്ടി പോയിടി. അല്ല എന്നിട്ട് മേഡം എങ്ങനെ പോയി? തൊട്ടപ്പുറത്തെ വീട്ടിലെ ശശിയണ്ണ വഴി അറിയാടി. ഞാൻ ശശിയണ്ണയും കൂട്ടി ഊട്ടി വരെ പോയി കറങ്ങിയിട്ട് വന്ന്. അതിന് വല്ല തെറ്റുണ്ടോടി? വഴി അറിയാന്നുള്ള കൊണ്ട് ഊട്ടി വരെ പോകുന്ന ഒരു തെറ്റും ഇല്ല മേഡം. ഇല്ലല്ലോടി, ഇല്ലല്ലോ. അതിന് ഈ നാട്ടുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? ഞാനും ഷിബു അണ്ണൂടെ ഊട്ടി കറങ്ങാൻ പോയി, അവിടെ പോയി. ഇതുപോലെ പരദൂഷണം പറയുന്ന കുറെ നാട്ടുകാര് എനിക്കിഷ്ടമല്ല. നീ ഇങ്ങനൊന്നും പോവല്ലേ കേട്ടോ. എന്റെ പൊന്നു മേഡം, ഞാനങ്ങനെ പോകത്തില്ല. അഥവാ നിനക്ക് പോണോന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് പോണോ, വേറെ ആരും കൂട്ടി പോവല്ലേ കേട്ടോ. ബസ്സില് എന്റെ പൊന്നു ചേച്ചി അതിനെ പറ്റി പറയാതിരിക്കുന്നേ നല്ലത്. നീ പറയണ്ടേ, അതാ നല്ലത്. അപ്പൊ ഞാൻ പറയണ്ടേ? പറ അങ്ങോട്ട്. ചേച്ചി ഞാൻ സ്ഥിരം പോകുന്ന ബസ് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ബസ്സിന്റെ പേര്? പുഞ്ചിരി ബസ്. പുഞ്ചിരി ബസ്. ആ ബസ്സിനകത്തെ പുതുതായിട്ടൊരു കണ്ടക്ടർ വന്നിട്ടുണ്ട് കേട്ടോ. അയാൾക്കാണെങ്കില് എന്നെ അങ്ങോട്ട് കാണുമ്പോഴേ അടിമുടി ഒരു ഇളക്കം. അല്ലേലും എന്നോടും അങ്ങനെ തന്നെ ആടി. അത് മാത്രല്ല കേട്ടോ, അവനെ അങ്ങോട്ട് പോകുമ്പോ എന്നെ ഒന്ന് തട്ടും, ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഒന്ന് മുട്ടും. അവൻ ആ ബെല്ലിലൊരു തട്ടിനെക്കാട്ടി എന്നെ അവിടെ തട്ടിയിട്ടുണ്ട്. എനിക്കുണ്ടല്ലോ ഇതെല്ലാം കൂടെ കേട്ട് ഇങ്ങനെ പെഴുത്ത് അങ്ങോട്ട് കേറിയിട്ടേ ആളും പേരൊന്നും ഞാൻ നോക്കിയില്ല. കൊടുക്കേണ്ടതും അപ്പം തന്നെ അവനെ കൊടുത്തു വിട്ടു. കൊടുത്തോടെ നീ? കൊടുത്തേച്ചി. നീ കൊടുത്തോ? കൊടുത്തേച്ചി. ഇങ്ങനെ വേണം പെണ്ണുങ്ങളായി. നീ എന്ത് കൊടുത്തേ? എന്റെ പോന്നു ചേച്ചി. ആക്ഷൻ ഇട്ടു. എടി ഈ വണ്ടി തന്നെ അല്ലയോടി കഴിഞ്ഞ ആഴ്ച ഒന്ന് മറിഞ്ഞപ്പോഴേ അതിനകത്തുള്ള എല്ലാരെയും ബഹളം ഞാൻ കേട്ടു, നിന്റെ മാത്രം കേട്ടില്ല. എന്തടി? എന്റെ പൊന്നു മേഡം, വണ്ടി ഒന്ന് ചരിഞ്ഞ് അതും കണ്ടോണ്ട് വണ്ടിക്കകത്തിരിക്കുന്ന എല്ലാ എണ്ണവും കൂടി എന്തോ ഒരു ബഹളമാ. അതിന്റെ ഇടയ്ക്ക് ഞാനും കൂടെ ബഹളം വെച്ച് എന്തിനുള്ള ലിപ്സ്റ്റിക് കളഞ്ഞിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. നേരം വെളുക്കുമ്പോ കേറി വരും കൊറേ മുറുക്കാനും വാരി വായിട്ടുണ്ട്. ഇവിടെ വന്നിട്ടോ അങ്ങോട്ടും തുടച്ച് ഇങ്ങോട്ടും തുടച്ച്. അതെ, ജോലി ചെയ്യാനുള്ള പ്ലാനൊന്നും ഇല്ലയോ? പോയി ജോലി ചെയ്യ പെണ്ണുങ്ങളെ. എടി എടി ഇനി വരുന്നടി. എന്തു വെച്ചി പറ.